ഉദയ്പൂരിലെ പിച്ചോള തടാകത്തിലുള്ള ജഗ്മന്ദിർ എന്ന ദ്വീപും അവിടുത്തെ ഉദ്യാനങ്ങളും രാജകീയ നിർമ്മിതികളും കണ്ട ശേഷം മടക്കയാത്രയിലാണ് ഞാൻ. ധാരാളം ടൂറിസ്റ്റുകൾ എല്ലാ ദിവസവും എത്തുന്ന ഒരു തടാകമാണിത്. ഇന്നുച്ചയോടെ ടൂറിസ്റ്റുകളുമായി എത്തുന്ന അവസാന ബോട്ടും ജഗ്മന്ദിറിനരികെ നിന്നും മടങ്ങും. ഇനി ദ്വീപിലേക്ക് ടൂറിസ്റ്റുകളെ വിടില്ല. ഉച്ചകഴിഞ്ഞ് ജഗ്മന്ദിറിൽ വലിയൊരു വിവാഹ ആഘോഷം നടക്കാൻ പോവുകയാണെന്നതാണ് കാരണം. അതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം. വൈകുന്നേരത്തോടെ വിവാഹത്തിൽ പങ്കുചേരാനുള്ളവരും എത്തിത്തുടങ്ങും. ഉദയ്പൂരിലെ ടൂറിസത്തിന്റെ കേന്ദ്രസ്ഥാനമാണ് പിച്ചോള തടാകവും അതിനു ചുറ്റുമുള്ളതും തടാകത്തിന് നടുവിലുള്ളതുമായ കൊട്ടാരങ്ങളും എന്ന് പറയാം. സ്വാതന്ത്ര്യാനന്തരം മേവാർ രാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച ശേഷം രാജകുടുംബത്തിന് അനിശ്ചിതത്വത്തിൻ്റെതായ ഒരു ദശകമുണ്ടായിരുന്നു. പഴയ കൊട്ടാരങ്ങളെല്ലാം സ്വന്തമായി നിലനിർത്താനായതാണ് പിന്നീട് അവർക്ക് നേട്ടമായത്. 1960കളിൽ തന്നെ പിച്ചോള തടാകത്തിലും അതിന്റെ കരയിലുമുള്ള കൊട്ടാരങ്ങളെ ടൂറിസത്തിന്റെ ഭാഗമാക്കുന്നതിനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. കൊട്ടാരങ്ങൾ ഹോട്ടലുകളായി മാറിയപ്പോൾ ടൂറിസ്റ്റുകൾ അവിടങ്ങളിൽ വന്ന് താമസിക്കുന്നതിന് വലിയ താൽപര്യം പ്രകടിപ്പിച്ചു. സിറ്റി പാലസും ലേക്ക് പാലസും ജഗ്മന്ദിറുമെല്ലാം ഹോട്ടലുകളായി. സിറ്റി പാലസ് മ്യൂസിയവും പിച്ചോള തടാകത്തിൽ ബോട്ടിങ്ങും വന്നു. ലീല, ഒബ്രോയ് തുടങ്ങിയ വമ്പൻ ഗ്രൂപ്പുകൾ ഉദയ്പൂരിൽ ഹോട്ടലുകൾ സ്ഥാപിച്ചതോടെ രാജസ്ഥാനിലെ തന്നെ ഏറ്റവും പ്രൗഢമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായി മാറുകയായിരുന്നു ഉദയ്പൂർ. 14 5 സ്റ്റാർ ഹോട്ടലുകളും 27 4 സ്റ്റാർ ഹോട്ടലുകളും 105 3 സ്റ്റാർ ഹോട്ടലുകളും ഉൾപ്പെടെ 600-ലധികം ഹോട്ടലുകൾ ഉദയ്പൂരിലുണ്ടെന്നറിയുമ്പോൾ ടൂറിസം രംഗത്തുള്ള ഈ നഗരത്തിന്റെ വളർച്ച വ്യക്തമാകും. വർഷം തോറും 10 ലക്ഷത്തിലധികം ടൂറിസ്റ്റുകളാണ് ഉദയ്പൂർ സന്ദർശിക്കുന്നത്. ഇതിൽ വിദേശികളുടെ എണ്ണം 3 ലക്ഷത്തിലധികം വരും. ബോട്ട് യാത്ര പുറപ്പെട്ട ജെട്ടിയിൽ തന്നെ അടുത്തു. കൈവരികളെ അലങ്കരിച്ചിരിക്കുന്ന ചെണ്ടുമല്ലിമാലകൾ കരിഞ്ഞുണങ്ങി തുടങ്ങിയിരിക്കുന്നു. വൈകുന്നേരം ജഗ്മന്ദിറിൽ നടക്കുന്ന ആഘോഷത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അവസാനമായി ടൂറിസ്റ്റുകളുമായി പോയ ഒരു ബോട്ട് കൂടി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ വിവാഹ പാർട്ടിക്ക് മാത്രമായി ഈ ബോട്ട് ചെട്ടിയും ജഗ്മന്ദിറുമെല്ലാം മാറും. വൈകുന്നേരത്തെ ഇവന്റ് മാനേജ് ചെയ്യുന്ന സ്റ്റാഫാണ് ഇവിടെ ഈ കാത്തിരിക്കുന്നത്. സിറ്റി പാലസിന്റെ ഒരു ഭാഗവും പിച്ചോള തടാകവുമെല്ലാം ചേരുന്ന സുന്ദരമായ കാഴ്ചകൾ, ഭംഗിയുള്ള ബോട്ടുകൾ. ഇന്നിനി ടൂറിസ്റ്റുകളെ ജഗ്മന്ദിറിലേക്ക് വിടില്ല. പല നിറങ്ങൾ പൂശി കെട്ടിടങ്ങളെ വൃത്തിഹീനമാക്കിയിട്ടില്ല. ശിവ്നിവാസ് കൊട്ടാരത്തിന്റെ ഒരു ഭാഗമാണിത്. അതിനു മുന്നിൽ കാത്തുനിൽക്കെ കാറുമായി ഡ്രൈവർ എത്തി. പ്രേംജി പട്ടേൽ. പട്ടേലിന്റെ കാറിൽ യാത്ര തുടരുകയാണ്. ഇടതുവശത്ത് വലിയൊരു ഉദ്യാനം, വലതുവശത്ത് ദൂധ് തലായി എന്ന തടാകമാണ്. ഉദയ്പൂരിലെ താരതമ്യേന ചെറിയ തടാകങ്ങളിലൊന്നാണ് ദൂധ് തലായി. 1/2 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയുമുള്ള തടാകം. തടാകത്തിനു ചുറ്റും മതിൽക്കെട്ടും രജപുത്ര പ്രൗഢിയുള്ള മണ്ഡപങ്ങളും. അത് പിന്നിട്ട് ഉദയ്പൂർ പട്ടണത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കാണ് യാത്ര. വിജനമായ ഉദ്യാന പ്രദേശം. സാമോർ ബാഗ് എന്നാണ് ഇടതുവശത്തെ ഉദ്യാനം അറിയപ്പെടുന്നത്. വിശാലവും വൃക്ഷനിബിഡവുമായ ഒരു ഉദ്യാനം. കൊട്ടാരക്കെട്ടുകളോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള നിരവധി ഉദ്യാനങ്ങളുണ്ട് ഉദയ്പൂരിൽ. മീര പാർക്ക്, മാണിക്യലാൽ വർമ്മ പാർക്ക്, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പാർക്ക്, മോത്തി മാഗ്രി പാർക്ക് എന്നിങ്ങനെ നീളുന്നു അവയുടെ പട്ടിക. സമോർ ബാഗിൽ വിവാഹ മണ്ഡപങ്ങളും ബാങ്ക്വറ്റ് ഹാളുകളും കോൺഫറൻസ് വേദികളുമെല്ലാമുണ്ട്. പട്ടണപ്രാന്തത്തിലേക്കെത്തുമ്പോൾ തനി ഉത്തരേന്ത്യൻ വഴിയോരങ്ങളാണ് കാഴ്ച. പാനിപൂരിയും ബേൽപൂരിയും വിൽക്കുന്ന പെട്ടിക്കടകളും ബൈക്കുകളും സൈക്കിളുകളുമെല്ലാം ചേർന്ന് ബഹളമയമായ അന്തരീക്ഷം. അങ്ങനെ നീങ്ങിയവേ ഇവിടെ ഒരു ടിബറ്റൻ മാർക്കറ്റിന്റെ കവാടം കാണാം. കാർ അവിടേക്ക് വിടാൻ ഞാൻ ഡ്രൈവർ പ്രേംജി പട്ടേലിനോട് പറഞ്ഞു. സമോർ ബാഗിലെ വിശാലമായൊരു പ്രദേശമാകെ നിറഞ്ഞു നിൽക്കുന്ന മാർക്കറ്റ്. 90കളിലാണ് ഇതിവിടെ പ്രവർത്തനം തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുൻപ് ഉദയ്പൂരിൽ വന്നപ്പോഴും ഞാൻ ഈ മാർക്കറ്റ് സന്ദർശിച്ചിരുന്നു. അന്ന് പക്ഷേ ചിത്രീകരണത്തിനായി വന്നതായിരുന്നില്ല.
കമ്പിളി വസ്ത്രങ്ങളാണ് ഇവിടുത്തെ പ്രധാന വിൽപ്പന വസ്തു. സ്റ്റോളുകളിലെല്ലാം നല്ല തിരക്കുണ്ട്. ടിബറ്റൻ അഭയാർത്ഥികൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള സെറ്റിൽമെന്റുകളിൽ വച്ച് നെയ്തെടുക്കുന്ന കമ്പിളി വസ്ത്രങ്ങളാണ് പ്രധാനമായും ഇവിടെ വിൽപ്പനയ്ക്കെത്തുന്നത്. ടിബറ്റൻ അഭയാർത്ഥികൾ മാത്രമേ ഇവിടെ കച്ചവടക്കാരും കടകളിലെ ജീവനക്കാരുമായുള്ളൂ. ടിബറ്റൻ റെഫ്യൂജി ട്രേഡേഴ്സ് അസോസിയേഷനാണ് ഈ മാർക്കറ്റിനെ ഏകോപിപ്പിക്കുന്നത്. 1959 ടിബറ്റന്റെ ഭരണാധിപനും ആത്മീയ നേതാവുമായ 14ാം ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിനെ തുടർന്ന് ഇവിടേക്ക് കുടിയേറിയ ടിബറ്റുകാർ നടത്തുന്നതാണ് ഈ സ്ഥാപനങ്ങളെല്ലാം. രാജസ്ഥാനിൽ തണുപ്പ് കാലമാണിത്. സ്വെറ്റർ, ജാക്കറ്റ്, ഷോളുകൾ തുടങ്ങി തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങളെല്ലാമുണ്ട്. ഇത്തരം വസ്ത്രങ്ങളുടെയും പ്രത്യേകതരം പരവതാനികളുടെയും നിർമ്മാണത്തിൽ നിപുണരാണ് ടിബറ്റൻ ജനത. നല്ല ഗുണനിലവാരമുള്ള കമ്പിളി ഉൽപ്പന്നങ്ങളും ലെതർ ജാക്കറ്റുകളും തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. 1961 മുതൽ ടിബറ്റുകാർ ഉദയ്പൂരിൽ കമ്പിളി വസ്ത്ര വ്യാപാരം നടത്തിവരുന്നുണ്ട്. ആദ്യകാലത്ത് ഇവർ കമ്പിളി വസ്ത്രങ്ങളുമായി ഇവിടെ എത്തുകയും സീസണിലെ കച്ചവടം കഴിയുമ്പോൾ ഹിമാചൽ പ്രദേശിലെ ധരംശാലയിലും മറ്റുമുള്ള തങ്ങളുടെ സെറ്റിൽമെന്റുകളിലേക്ക് മടങ്ങുകയുമായിരുന്നു പതിവ്. 1990കളിൽ ഇവിടെ സമോർ ബാഗിലേക്ക് മാറ്റിയതിനു ശേഷമാണ് ടിബറ്റൻ മാർക്കറ്റ് ഉദയ്പൂരിലെ ഒരു സ്ഥിരം മാർക്കറ്റും ടൂറിസ്റ്റ് ആകർഷണവുമായി മാറുന്നത്. മാർക്കറ്റിൽ നിന്നിറങ്ങി യാത്ര തുടരുമ്പോൾ ടിബറ്റൻ കച്ചവടക്കാരെക്കുറിച്ച് തന്നെയായിരുന്നു എന്റെ ചിന്ത. കമ്പിളി വസ്ത്രങ്ങൾക്ക് വലിയ വിൽപ്പനയില്ലാത്ത കാലത്ത് ഇവർ കല്ലുമാലകളും കരകൗശല ഉൽപ്പന്നങ്ങളുമെല്ലാം ടൂറിസ്റ്റുകൾക്കായി വിൽപ്പനയ്ക്ക് നിരത്തുന്നു. ടിബറ്റൻ സെറ്റിൽമെന്റുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ അഭയാർത്ഥികൾ തന്നെ പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. ടിബറ്റൻ റെഫ്യൂജീസ് ട്രേഡേഴ്സ് അസോസിയേഷനാണ് അതിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. ഓരോ പ്രദേശത്തെയും ടിബറ്റൻ കച്ചവട കേന്ദ്രങ്ങളിലേക്ക് അഭയാർത്ഥികൾ കുടിൽ വ്യവസായമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവർ എത്തിക്കുന്നു. ഉദയ്പൂരിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ജഗദീഷ് മന്ദിർ എന്ന ക്ഷേത്രം കാണാനാണ് ഇനി പോകുന്നത്. രാവിലെ ഞാൻ സിറ്റി പാലസിലേക്ക് വന്ന വഴിയിൽ തന്നെയായിരുന്നു അത്. അവിടെ കയറാതെ പെട്ടെന്ന് സിറ്റി പാലസിലേക്ക് പോവുകയാണുണ്ടായത്. ഇതുവഴി സിറ്റി പാലസിന്റെ വടക്കേ ഗേറ്റിനടുത്തെത്തണം. ടൂറിസം ഉദയ്പൂരിന് വലിയ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. ഇത്തരം ഇടുങ്ങിയ വഴികളിൽ പോലും ടൂറിസ്റ്റുകളെ കാണാം. അവർക്ക് വേണ്ടി കരകൗശല വസ്തുക്കളും തനത് രാജസ്ഥാനി ഉൽപ്പന്നങ്ങളുമെല്ലാം നിർമ്മിക്കുകയും നിരത്തിവെച്ച് വിൽക്കുകയും ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് രൂപം കൊണ്ട തെരുവുകളാണിത്. ഇന്ത്യൻ തെരുവുകളുടെ രൂപഭാവമെല്ലാം ഇവിടെയും പ്രകടം. ജഗദീഷ് മന്ദിറിന് മുന്നിൽ കാർ എത്തി നിന്നു. ഇതാണ് ജഗദീഷ് മന്ദിറിന്റെ പടിപ്പുര. 3.5 നൂറ്റാണ്ട് മുൻപ് സ്ഥാപിതമായ ഉദയ്പൂരിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ ജഗദീഷ് മന്ദിർ. പടവിന് താഴെ പൂക്കൾ വിൽക്കാനിരിക്കുന്നവർ. മാർബിൾ കൊണ്ട് പടുത്ത പടിക്കെട്ടുകൾ കയറി തുടങ്ങി. 17ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രമാണ്. അന്നത്തെ അതേ രീതിയിൽ തന്നെയാണ് ക്ഷേത്രം ഇന്നും നിലനിർത്തുന്നത്. സിറ്റി പാലസ് കോംപ്ലക്സിന്റെ ഒരു ഭാഗത്തു തന്നെയാണ് ക്ഷേത്രം. പടിപ്പുര കടക്കുമ്പോൾ തന്നെ ചെറിയ ഉപക്ഷേത്രങ്ങളും മറ്റും കണ്ടു തുടങ്ങുന്നു. മാർബിളിൽ കൊത്തിയെടുത്ത മനോഹര മണ്ഡപങ്ങൾ, മണ്ഡപത്തറയിൽ നിരവധിയായ ശില്പങ്ങൾ. 4 ഉപക്ഷേത്രങ്ങളാണ് ജഗദീഷ് മന്ദിറിനുള്ളത്. ലക്ഷ്മി നാരായൺ അഥവാ വിഷ്ണുവാണ് ജഗദീഷ് മന്ദിറിലെ പ്രധാന പ്രതിഷ്ഠ. പ്രധാന ശ്രീകോവിലേക്കുള്ള പടിപ്പുര ഇതാണ്. പക്ഷേ വാതിൽക്കലിരിക്കുന്ന സുരക്ഷാ ജീവനക്കാരൻ അകത്ത് ക്യാമറയുമായി പ്രവേശിക്കാനാവില്ലെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ജഗദീഷ് ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിൽ ചിത്രീകരിക്കുക എന്ന ലക്ഷ്യം ഉപേക്ഷിക്കേണ്ടി വന്നു. ക്യാമറ പുറത്തുവെച്ച് അകത്തുനിന്ന് കയറി പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി. നിരവധിയായ ശില്പങ്ങളും കൊത്തുപണികളുമുള്ള ക്ഷേത്രമാണിത്. പല നിരകളിലും നിലകളിലുമായി ശില്പങ്ങൾ. ഇതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം. ഇതിന് താഴെയാണ് ശ്രീകോവിൽ. ആനയും കുതിരയും സൈന്യവും നർത്തകരും വാദ്യോപകരണക്കാരുമെല്ലാം ഈ ശില്പങ്ങളിലുണ്ട്.
മഹാറാണ ജഗത് സിംഗ് മേവാർ ഭരിച്ചിരുന്ന കാലത്ത് 1651 ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ഇൻഡോ ആര്യൻ വാസ്തുശില്പശൈലിയിൽ അക്കാലത്ത് മേവാറിൽ പണിത ആദ്യ ക്ഷേത്രമാണിത്. അക്കാലത്തെ 15 ലക്ഷം രൂപയ്ക്ക് തുല്യമായ സ്വർണവും പണവുമാണ് രാജാവ് ക്ഷേത്ര നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ ശില്പികളെയും ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി രാജാവ് വരുത്തിയിരുന്നു. മനോഹരമായ തൂണുകളും അലങ്കാരപ്പണികളോടുകൂടിയ മച്ചുകളും ചുവർചിത്രങ്ങളുമെല്ലാമായി പ്രൗഢമായ രീതിയിലാണ് ക്ഷേത്ര നിർമ്മാണം. പണി പൂർത്തിയായ കാലത്തുതന്നെ മേവാറിന്റെ എല്ലാ ഭാഗത്തുനിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നും ഇവിടേക്ക് ജനങ്ങളുടെ പ്രവാഹമായിരുന്നെന്നാണ് ചരിത്രം. ലേബർ ഇന്ത്യ 2 ലക്കം ഇപ്പോൾ ഷോപ്പുകളിൽ. കോവിഡ് കാലത്തെ സമഗ്ര പഠനത്തിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ laborindia.com സന്ദർശിക്കുക. ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് നിൽക്കുമ്പോഴുള്ള ഗോപുര കാഴ്ചയാണിത്. 79 അടി ഉയരമാണ് ഈ പ്രധാന ഗോപുരത്തിനുള്ളത്. ആയിരക്കണക്കിന് ശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് ഗോപുരം. പൂർണ്ണമായും മാർബിളിലാണ് ഇത് പണിതിരിക്കുന്നത്. ക്ഷേത്രത്തോടു ചേർന്നുള്ള പല മണ്ഡപങ്ങളിലും ഏതോ നാട്ടിൽ നിന്നുമെത്തിയ ആളുകൾ സൂക്തങ്ങൾ പാരായണം ചെയ്തിരിക്കുന്നത് ഒരു കാഴ്ച. തീർത്ഥാടനവും പുരാണ പാരായണവുമായി ഇവർ ജീവിതം തള്ളി നീക്കുകയാണെന്ന് തോന്നും. ഒറ്റപ്പെട്ട കോണുകളിൽ ഭിക്ഷയ്ക്കായിരിക്കുന്ന സ്ത്രീകളെയും കാണാം. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ഓവാണിത്. നിരവധിയായ ശില്പങ്ങളാൽ സമ്പന്നമാണ് ക്ഷേത്രത്തിന്റെ ഏതൊരു ഭാഗവും. 2 നിലയിലുള്ള ഒരു മണ്ഡപമുണ്ട് ക്ഷേത്രത്തിനകത്ത്. അത്ഭുതാകാരമായ ഒരു കാഴ്ച തന്നെയാവുന്നു എനിക്കിത്. 17ാം നൂറ്റാണ്ടിലെ ക്ഷേത്ര നിർമ്മാണ ശൈലിയുടെയും കലാചാതുര്യത്തിന്റെയും നിദർശനം തന്നെയാണിത്. കംബോഡിയയിലെ അങ്കോർ വാറ്റും ജാവദ്വീപിലെ പ്രംബാനൻ ക്ഷേത്രവും ഉൾപ്പെടെ ലോകത്തെ വലിയ ക്ഷേത്രങ്ങൾ മിക്കതും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും മാർബിളിൽ നിർമ്മിതമായതും സൂക്ഷ്മഭാവമുള്ള 10,000-കണക്കിന് ശില്പങ്ങൾ നിറഞ്ഞതുമായ ഒരു ക്ഷേത്രം കാണുന്നത് ആദ്യമായാണ്. മേവാറിന്റെ ഭരണാധികാരിയായിരുന്ന മഹാറാണ ജഗത് സിംഗ് ഒന്നാമന്റെ നാമം രാജ്യചരിത്രത്തിൽ വേറിട്ടു നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാതാവ് എന്ന നിലയിലാണ്. ചിത്ര ശില്പകലകൾക്ക് വലിയ പ്രോത്സാഹനം നൽകിയിരുന്നയാളാണ് ജഗത് സിംഗ് ഒന്നാമൻ. ഇവിടെ പരമശിവന്റെ ഒരു ശില്പമുണ്ട്. താടി മീശകളില്ലാത്ത ശിവനെയാണല്ലോ സാധാരണ കാണാറുള്ളത്. പടിപ്പുര കടന്ന് പുറത്തിറങ്ങി. ക്ഷേത്രം എത്ര ഉയരത്തിലാണ് നിലകൊള്ളുന്നതെന്ന് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവും. തെരുവിൽ നിന്നും 32 മാർബിൾ പടവുകളാണ് ക്ഷേത്രത്തിന്റെ 1ാം പടിപ്പുരയിലേക്കുള്ളത്. കൂറ്റൻ മാർബിൾ ഗജങ്ങൾ പടിപ്പുരയ്ക്ക് കാവൽ നിൽക്കുന്നു. ഒറ്റക്കൽ ശില്പമല്ല. ക്ഷേത്രത്തിന് മുന്നിലെ ഈ തെരുവ് ജഗദീഷ് ചൗക്ക് എന്നറിയപ്പെടുന്നു. വിചിത്രമെന്ന് തോന്നുന്ന ചില വസ്തുക്കളാണ് ഇവിടെ സുവനീറുകളായുള്ളത്. ഡയറികൾ. അതിന് ഒട്ടകത്തോലിന്റെ പുറം ചട്ടയിട്ട് പ്രത്യേക താഴും പിടിപ്പിച്ചിരിക്കുന്നു. ധാരാളം ആളുകൾ ഉദയ്പൂരിൽ നിന്നുള്ള സ്മരണികയായി ഇത് വാങ്ങിക്കൊണ്ടു പോകുന്നത് പതിവാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് രജപുത്ര കൊട്ടാരങ്ങളിൽ രേഖകൾ സൂക്ഷിച്ചിരുന്ന ഗ്രന്ഥങ്ങൾ പോലുമുണ്ട്. ഇത്തരം ഡയറികൾ വിൽക്കുന്ന നിരവധി കടകളുണ്ട് ഉദയ്പൂരിന്റെ തെരുവുകളിൽ. ഇവിടെ ഒരു കടയിൽ ഒട്ടകത്തോൽ ഡയറിയുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. ആ ജോലി കുറച്ചുനേരം ഞാൻ കണ്ടുനിന്നു. ഡിസൈൻ പഞ്ചു ചെയ്ത ഒട്ടകത്തോലിൽ തുളകളിടുന്നു. പിന്നെ കടലാസ് പല ഫോറങ്ങളാക്കി മടക്കി ലെതർ ചട്ടയിലേക്ക് തുന്നിച്ചേർക്കുന്നു. ഒരു ഡയറി നിർമ്മിക്കാൻ പലരുടെ പ്രയത്നമുണ്ട്. പഞ്ചു ചെയ്യുന്നതും തുളയിടുന്നതും ചിലർ, കടലാസ് മടക്കാൻ മറ്റൊരാൾ, ലെതർ ചട്ടയിലേക്ക് തുന്നിച്ചേർക്കാൻ വേറെ ചിലർ. കച്ചവട സ്ഥാപനത്തിൽ വെച്ചു തന്നെയാണ് ഇത് നിർമ്മിക്കുന്നത്. പരുക്കൻ രൂപം തന്നെയാണ് ഇതിന്റെ വിപണന രഹസ്യമെന്ന് എനിക്ക് തോന്നി. പല വലിപ്പവും രൂപവും നിറവുമുള്ള ഡയറികൾ. ചില കടകളിൽ രാജസ്ഥാനി വസ്ത്രമാണ് വിൽക്കുന്നത്. പണ്ട് മുതലേ കളർഫുൾ വസ്ത്രങ്ങളുടെ നാടാണ് രാജസ്ഥാൻ. കടും നിറമുള്ളതും തൊങ്ങൽ പിടിപ്പിച്ചതുമെല്ലാമായ രാജസ്ഥാനി വസ്ത്രങ്ങൾ സായിപ്പുമാർക്ക് വളരെ പ്രിയവുമാണ്.
ഒട്ടകത്തിന്റെ കാൽശിലങ്കകളും കഴുത്തിലണിയാനുള്ള മണികളും, കുടിൽ വ്യവസായമായി നിർമ്മിക്കുന്ന രാജസ്ഥാന്റെ തനതു കരകൗശല വസ്തുക്കൾ. മിനുക്കോ തിളക്കമോ പൂർണ്ണതയോ ഒന്നുമല്ല ഇതിന്റെ പ്രത്യേകത. ഒരു രാജസ്ഥാനി ടച്ച് ഏതൊരു ഉൽപ്പന്നത്തിലുമുണ്ട്. ടൂറിസം പുഷ്ടിപ്പെട്ടതോടെ ഉദയ്പൂരിൽ ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ് ഇത്തരം വസ്തുക്കളുടെ വിൽപ്പന. ധാരാളം ടൂറിസ്റ്റുകൾ ഓരോ ദിവസവും ഇവിടെ വന്നിറങ്ങുന്നു. ജഗദീഷ് ചൌക്കിൽ നിന്നും പ്രേംജി പട്ടേലിന്റെ കാറിൽ കയറി യാത്ര തുടരുകയാണ്. നട്ടുച്ച നേരമായതിനാലാണ് വഴിയിൽ അധികം ടൂറിസ്റ്റുകളെ കാണാത്തത്. പ്രഭാതത്തിലും സന്ധ്യാനേരത്തുമെല്ലാം ഈ തെരുവുകൾ പാശ്ചാത്യ സഞ്ചാരികളെ കൊണ്ട് നിറയും. ഇന്ത്യയിലെ ടൂറിസം സർക്യൂട്ടിന്റെ ഏറ്റവും പ്രമുഖമായ പോയിന്റാണ് രാജസ്ഥാൻ എന്ന് പറയാം. ഉദയ്പൂർ എന്ന ഈ പട്ടണത്തിനെ ഇന്ന് ഏറ്റവും സജീവമാക്കി നിർത്തുന്നതും ടൂറിസം തന്നെയാണ്. 1559 മഹാറാണ ഉദയ് സിംഗ് സ്ഥാപിച്ച നഗരം. ഇപ്പോൾ രാജസ്ഥാനിലെ ഉദയ്പൂർ ജില്ലയുടെ ആസ്ഥാനം ഈ ഉദയ്പൂർ നഗരമാണ്. ടൂറിസമാണ് ഇന്ന് ഉദയ്പൂരിന്റെ പ്രധാന വരുമാന സ്രോതസ്. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മുതൽ സാധാരണക്കാരായ ഗ്രാമീണരുടെ കുടിൽ വ്യവസായങ്ങൾ വരെ ടൂറിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുന്നിൽ ഒരു ക്ലോക്ക് ടവർ കാണാം. അതിനു ചുറ്റുമായാണ് പട്ടണത്തിലെ പ്രധാന മാർക്കറ്റ് ഏരിയ. പഴയ രാജനഗരത്തിന്റെ പ്രൗഢിക്കപ്പുറം ഏതൊരു ഉത്തരേന്ത്യൻ നഗരത്തിന്റെയും ഞെരുക്കവും ബഹളവും അച്ചടക്കമില്ലായ്മയുമെല്ലാം ഉദയ്പൂരിലും കാണാം. പാതയോരത്ത് അലക്ഷ്യമായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ, തലങ്ങും വിലങ്ങും വലിച്ചു കെട്ടിയിരിക്കുന്ന വൈദ്യുതി കമ്പികൾ. ഞായറാഴ്ചകളിൽ ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ പ്രവൃത്തി ദിവസങ്ങളിലെ ഇവിടുത്തെ തിരക്കുകൾ ഊഹിക്കാവുന്നതേയുള്ളൂ. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ് ഉദയ്പൂർ. ഇവിടുത്തെ ജനസംഖ്യയിൽ 90% ഹിന്ദുക്കൾ തന്നെ. ജൈനമതമാണ് രണ്ടാം സ്ഥാനത്ത്. നൂറ്റാണ്ടുകളായി ഈ പട്ടണത്തിൽ കച്ചവടത്തിലും കൈത്തൊഴിലുകളിലും ഏർപ്പെട്ട് ജീവിച്ചു വരുന്ന ഒരു മുസ്ലിം ന്യൂനപക്ഷവുമുണ്ട്. പട്ടണത്തിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു ഭാഗമാണിത്. ബ്രിട്ടീഷുകാരുമായി സൗഹൃദത്തിലേർപ്പെട്ട് തങ്ങളുടെ നില ഭദ്രമാക്കിയ രാജ്യമായിരുന്നു ഉദയ്പൂർ തലസ്ഥാനമായുള്ള പഴയ മേവാർ. മറാത്ത സാമ്രാജ്യത്തിൽ നിന്നുള്ള ആക്രമണങ്ങൾ ചെറുക്കാൻ അത് ആവശ്യവുമായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായപ്പോഴാകട്ടെ വലിയ കടുംപിടുത്തമൊന്നുമില്ലാതെ രാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനും മേവാർ രാജാവ് തയ്യാറായി. അതിന്റെ ഫലമായാണ് അദ്ദേഹത്തിന് ഗവർണറുടെ പദവിയുള്ള രാജപ്രമുഖ് സ്ഥാനം ലഭിച്ചത്. പട്ടണം പിന്നിട്ട് ഞാനിപ്പോൾ പോകുന്നത് ശില്പഗ്രാം എന്നൊരിടത്തേക്കാണ്. നഗരത്തിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായി ആരവല്ലി പർവ്വതച്ചെരുവിലെ ഒരു ചെറു ഗ്രാമമാണത്. കരകൗശല വിദഗ്ധരും കലാകാരന്മാരുമെല്ലാമുള്ള ഒരു ഗ്രാമം. വലതുവശത്ത് ഒരു തടാകം കാണാം. ഫത്തേസാഗർ ലേക്ക് ആണത്. പിച്ചോള തടാകം പോലെ തന്നെ മനുഷ്യനിർമ്മിതമായ തടാകമാണ്. 2.5 കിലോമീറ്റർ നീളവും 1.5 കിലോമീറ്റർ വീതിയുമുള്ള ഫത്തേസാഗർ നിർമ്മാണം പൂർത്തിയായത് 1687 ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബസ്സുകളിൽ ധാരാളം ടൂറിസ്റ്റുകൾ ദിവസവും ഉദയ്പൂരിലേക്ക് എത്തുന്നുണ്ട്. ഈ കടന്നുപോകുന്ന പാതയുടെ വലതുവശത്ത് ഫത്തേസാഗർ തടാകമുണ്ട്. തടാകതീരത്തുകൂടി വേണം ശില്പഗ്രാമിലേക്ക് പോകാൻ. തടാകങ്ങളെല്ലാം ഒരുവിധം വൃത്തിയോടെ സംരക്ഷിക്കപ്പെടുന്നു എന്നതാണ് ഉദയ്പൂരിന്റെ പ്രത്യേകത. തടാകതീരത്ത് ഞാൻ കാറിൽ നിന്നൊന്നിറങ്ങി. അതിബൃഹത്തായ ഒരു ജലാശയം, അതിന്റെ നടുവിൽ ഒരു ദ്വീപ്. ദ്വീപ് നല്ലൊരു ഉദ്യാനമാണ്. നെഹ്റു പാർക്ക് എന്ന് അതറിയപ്പെടുന്നു. അവിടേക്ക് ബോട്ടിൽ പോകാം. പക്ഷേ ഇപ്പോൾ തടാകത്തിൽ ബോട്ടുകളൊന്നും കാണുന്നില്ല. വീണ്ടും കാറിൽ. ഈ തടാകത്തെ ഒന്ന് ചുറ്റി വേണം ശില്പഗ്രാമിലേക്ക് പോകാൻ. ചുവന്ന സാൻഡ്സ്റ്റോണിൽ നിർമ്മിച്ച ചില സ്മാരകങ്ങൾ തടാകക്കരയിൽ കാണാം. മഹാറാണ ജയ്സിംഗ് മേവാർ ഭരിച്ചിരുന്ന കാലത്ത് 1684 മുതലുള്ള 3 വർഷം കൊണ്ടാണ് മണ്ണണ കെട്ടി ഈ തടാകം നിർമ്മിക്കുന്നത്. 200 വർഷത്തിനു ശേഷം ഒരു മഴക്കാലത്ത് മണ്ണുകൊണ്ടുള്ള ബണ്ട് തകർന്ന് തടാകം നാമാവശേഷമായി. മഹാറാണ ഫത്തേ സിംഗ് ആയിരുന്നു അന്ന് രാജാവ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കൂടുതൽ ഉറപ്പുള്ള അണ നിർമ്മിക്കുകയും തടാകം വീണ്ടും സജ്ജമാവുകയും ചെയ്തു.
ആ രാജാവിന്റെ ഓർമ്മയ്ക്കാണ് തടാകത്തിന് ഫത്തേ സാഗർ എന്ന പേര് നൽകിയിരിക്കുന്നത്. കുടിവെള്ളത്തിനും കൃഷിക്കും വേണ്ടി വർഷം മുഴുവൻ തടാകങ്ങളിൽ ജലം നിറഞ്ഞു കിടക്കുന്നു. മഴക്കാലത്ത് ആരവല്ലി പർവ്വതത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലം ക്രിയാത്മകമായി സംഭരിച്ചു വെക്കുകയായിരുന്നു അവർ. ആരവല്ലി പർവ്വതച്ചെരുവിലൂടെയുള്ള പാത, അതിലൂടെ കാർ ശില്പഗ്രാമത്തിലെത്തുന്നതും കാത്ത് ഞാനിരുന്നു.